ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു നാടൻ മുട്ടക്കറിയാണ്. അപ്പൊ നമ്മുടെ പാലപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ ആണ്. അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്നെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അപ്പൊ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഒരു 4 സവാള സ്ലൈസ് ചെയ്തത്, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില, അപ്പൊ എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇപ്പൊ സവാള ചെറുതായി ഒന്ന് വാടി വരുമ്പോഴേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതുകൂടി ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പൊ ഇത് സവാള ഒന്ന് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ പൊടികളെല്ലാം മൂത്ത് ഒരു ബ്രൗൺ ഷെയ്ഡായി വരണേ. അപ്പൊ ഇനി ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പൊ തക്കാളി നന്നായി വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ചേർക്കാം. അപ്പൊ ഞാൻ ഇന്നിവിടെ ഗ്രേവി കുറച്ച് ലൂസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കുറുകിയ മുട്ടക്കറിയാണ് വേണ്ടതെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 6 നാടൻ കോഴിമുട്ട പുഴുങ്ങിയതാണ് ചേർക്കുന്നത്. അപ്പൊ ഇനി ഗ്രേവി നന്നായി ഒന്ന് തിളച്ച് സവാളയൊക്കെ നന്നായി മസാല പിടിച്ചൊന്ന് വരട്ടെ. അപ്പൊ ഇപ്പൊ നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ പാലപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും ചപ്പാത്തിയുടെയും പത്തിരിയും ഒക്കെ പറ്റിയ ഒരു കോമ്പിനേഷനാണ്. അപ്പൊ ഈ മുട്ടക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.